ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് മാറ്റി വെക്കാം. തോലൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനൊരു 4 മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. എങ്കിൽ പിന്നെ നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് അതെല്ലാം കൂടെ പൊടിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എല്ലാം കൂടെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. അപ്പോഴത്തേക്കും അതിൻ്റെ കളറൊന്നും മാറാതെ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ കേട്ടോ. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടെ, ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിക്കൂടെയാണ്. ഞാനിപ്പോൾ ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ വെളുത്തുള്ളി കുറച്ചധികം ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇങ്ങനെ വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് സമയം ഇട്ടിട്ട് വഴറ്റേണ്ട കാര്യമില്ല. ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരണം, അത്രേ വേണ്ടൂ. ഇതുപോലെ ലൈറ്റായിട്ട് ഞാനിതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിലെ കംപ്ലീറ്റ് വെള്ളവും ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതും വലിയ ചേരുവകളൊന്നും കൂടുതലായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ട് നമുക്കിങ്ങനെ ചോറിൻ്റെ കൂടെ കുറച്ച് കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ട് പിടിച്ചു വരികയുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്നും വളരെ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചിട്ടെടുക്കുക. ഒരു 3-4 മിനിറ്റ് സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ ചൂട് നന്നായിട്ട് കയറി ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 3-4 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കുക. ഉരുളക്കിഴങ്ങെല്ലാം ഇതേ രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇടയ്ക്കിടെ തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ എടുക്കുന്നത് സ്റ്റീലിൻ്റെ കടായിയോ അലുമിനിയത്തിൻ്റെ കടായിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ഇത്രയും സമയം തന്നെ ധാരാളമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്. നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി കൂടെയാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതാണ് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടെ.
ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം. അതിനായിട്ട് തീ ഒന്ന് മീഡിയത്തിൽ നിന്നും കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് അല്പം പോലും വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാതെ വേണം ഇങ്ങനെ റെഡിയാക്കി എടുക്കാനായിട്ട്. ഏകദേശം ഒരു 2 മിനിറ്റോളം സമയം വരെയെങ്കിലും ഈ മസാല ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാല നന്നായിട്ട് പിടിച്ച് വരികയുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയുടെ പച്ച ചുവയൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. എല്ലാ ഉരുളക്കിഴങ്ങിലും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഫൈനലായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഒരു പിഞ്ച് അളവിൽ കായപ്പൊടി കൂടെ. കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം നാരങ്ങ നീര് കൂടെ ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഈ നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് ഇതിന് കൊടുക്കും. ചെറുനാരങ്ങ നീരും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാ ഉരുളക്കിഴങ്ങിലും ഈ ചെറുനാരങ്ങയും കായപ്പൊടിയൊക്കെ നന്നായിട്ട് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക. ഇത്രയും സമയം നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറച്ച് സമയം വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ടേസ്റ്റി ആയിട്ട് തോന്നുന്നുവോ അതിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇതുപോലൊരു പൊട്ടറ്റോ ഫ്രൈ മാത്രം മതിയാവും നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈയുടെ റെസിപ്പി ആയിരുന്നു ഇന്ന് ഷെയർ ചെയ്തത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.